എല്ലാവർക്കും പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് C# ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു MVC സ്റ്റാൻഡേർഡിലുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക കാൽവയ്പ്പാണ്. അതായത് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ പേര് മൈ ന്യൂസ് ഓൺലൈൻ എന്നാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻ ബ്രൗസർ. ഇത്രയാണ് കണ്ടത്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് ഒരു ഷേപ്പ് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് സ്കെൽറ്റനായിട്ട് HTML ആണ്. ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്ന HTML ടാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2 എന്ന് പറയുന്നൊരു ടാഗാണ്. അതിനകത്ത് ഇൻഡെക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നല്ല സ്റ്റൈലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ഷീറ്റുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റൈല് എഴുതി കാണിക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു പേജിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന H2 എന്ന് പറയുന്നതിനെ ഈ H2 എന്നെടുപ്പുണ്ട്. ഈ രണ്ട് ഗ്രേറ്റർ ദാൻ സൈനും ലെസ് ദാൻ സൈനും ഇടയ്ക്കായിട്ട് ഒരു എഴുതിയിട്ടുണ്ട്. അതിനെ HTML ടാഗുകൾ എന്നാണ് പറയുന്നത്. അതിന് മസ്റ്റായിട്ട് ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഇല്ല. ഇവിടെ H2 എന്ന് പറയുന്നത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിനെ HTML ടാഗ് എന്നാണ് പറയുന്നത്. ഇതുപോലെ കുറേ ടാഗുകളുണ്ട്. അതിലൊന്നാണ് H2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാഗുകൾ HTML ടാഗുകൾ എപ്പോഴും ഒരു ലെസ് ദാൻ സൈനും ഗ്രേറ്റർ ദാൻ സൈനും ഉള്ളിലായിട്ട് എഴുതുന്ന അതാണ് HTML ടാഗുകൾ. മിക്കവാറുമുള്ള 90% HTML ടാഗുകൾക്കും ഒരു ക്ലോസിംഗ് ടാഗുണ്ട്. ക്ലോസിംഗ് ടാഗ് എഴുതുന്നത് ഇങ്ങനെയാണ്. ആ ലെസ് ദാൻ ആയിട്ടൊരു സ്ലാഷ് ഒരു ബാക്ക് സ്ലാഷ് കൂടി കൂട്ടി എഴുതി വെക്കുന്നതാണ് ക്ലോസ് ടാഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എഴുതുന്നത് ആ ഏത് ടാഗാണോ ഉപയോഗിച്ചത് ആ ടാഗിനനുസൃതമായിട്ട് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യും. HTML ടാഗിനെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റൈൽ എഴുതി കാണിച്ചു തരാം. ഇത് ഇനി പറയുന്നത് ഇൻലൈൻ സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ഇത് ആ സ്റ്റൈൽ എഴുതുന്നതിന് വേണ്ടി ഈ H2 എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കുക. അവിടെ സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വരും. ആ സ്റ്റൈൽ കഴിഞ്ഞ് ഈക്വൽ ടു അത് കഴിഞ്ഞ് ഡബിൾ ഇൻവെർട്ടർ കോമ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ് സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസുകളും അതിൻ്റെ വാല്യൂസും. അതായത് നമ്മളൊരു സ്റ്റൈൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി എന്നും അതിന് എന്താണ് വാല്യൂ വരേണ്ടതെന്നാണ് വാല്യൂ, പ്രോപ്പർട്ടീസും വാല്യൂ. അപ്പോൾ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ന് വെച്ച് കളർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെടുക്കുന്നത് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. COLR നമ്മുടെ COLUR അല്ല, ഇത് ശരിക്കും അമേരിക്കൻ ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. കളർ. അത് കഴിഞ്ഞ് ഒരു ഫുൾ കോളം കൊടുക്കുക. ഫുൾ കോളം എടുത്ത് കഴിയുമ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയിലാണ് എങ്കിൽ ഇങ്ങനെ കളറുകൾ കാണിച്ചു തരും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്കൊരു ഹാഷ് എന്ന് കൊടുക്കുക. ഹാഷ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കളറുകൾ കാണിച്ചു തരും. അപ്പോൾ ഏത് കളർ വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണ്. റെഡ് കളർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ വന്നു ഹാഷ് FF000. ഇതൊരു ഹെക്സാ ഡെസിമൽ നമ്പറാണ്. ഇത് കളറുകളെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് 6 Fകൾ ചേരുന്നത് വെള്ളയും 6 0 ആണെങ്കിൽ അത് ബ്ലാക്കും ആയിരിക്കും. ഈ 6 Fനും 0യ്ക്കും ഇടയ്ക്ക് ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ F വരെയുള്ള നമ്പറുകൾ. നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സാണ് 0 to 9. അതിന് പകരം ഇവിടെ 0 to 9 പ്ലസ് A to F അത്ര കൊണ്ട് കൂട്ടിയ 16 അക്കങ്ങളുള്ള ഹെക്സാ ഡെസിമൽ നമ്പറാണ്. ആ നമ്പറിനകത്തെ 6 കോമ്പിനേഷൻസ്, 6 അക്കങ്ങളുടെ കോമ്പിനേഷൻസ് വരുന്ന എത്ര എണ്ണമുണ്ടോ അതെല്ലാം വ്യത്യസ്തമായ കളറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു കളറാണ് ഇത്. ഈ റെഡ് കളറിനെ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ റൺ ചെയ്തെടുത്ത് നോക്കാം. ഇതാ ഇവിടെ ആദ്യം റൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിടന്നത്. നമ്മളിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്നു. ഇതാ റെഡ് കളറായി. അതാണ് സ്റ്റൈല് കൊടുത്തു കഴിയുമ്പോൾ അതിന് വരുന്ന മാറ്റി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കളർ മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് സ്റ്റൈല്. ഇൻലൈനായിട്ട് സ്റ്റൈൽ എഴുതി കൊടുക്കുന്നു, ഒരു ടാഗുകളും. പക്ഷേ ഇങ്ങനെ എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കോഡുകൾ നന്നായിട്ട് പഠിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട്
അറിയാവുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ HTML-നും സ്റ്റൈലും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ജാവാസ്ക്രിപ്റ്റും കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് HTML ഫ്രെയിം വർക്കുകൾ, അതായത് ഒരു ഫ്രെയിം ഉണ്ടാക്കി തരുവാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട്. അതായത് നമ്മൾ ഒരു കറി വെക്കാനായിട്ടുള്ള സാധനങ്ങൾ, ഒരു കറി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കറി വെക്കാനായിട്ട് സാമ്പാർ വെക്കുകയാണെങ്കിൽ നമ്മൾ സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അരിഞ്ഞു കൂട്ടി വെച്ചു. അതിനുശേഷം പൊടികളായിട്ട് ചേർക്കേണ്ട പൊടികളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കായം, മുളക് വേണമെങ്കിൽ മുളക്, വേണമെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് കൃത്യമായ അളവ് ചേർത്ത് വെക്കുന്നതിന് നമ്മൾ നോർമലായിട്ട് വീട്ടിൽ കറി വെക്കുന്നത് നമുക്കറിയാവുന്ന കണക്കാണ് സാമ്പാർ വെക്കുന്നത്. എന്നാൽ നമുക്കതിനേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തെവിടെയും പോയിട്ട് സാമ്പാർ കൂട്ട് മേടിച്ചിട്ട് വരും. ആ സാമ്പാർ കൂട്ട് മേടിക്കും, സാമ്പാർ പൊടിയും മേടിക്കും. ആ പൊടിയിട്ട് ജസ്റ്റ് കറി വെച്ചെടുക്കുന്നു. അപ്പോൾ ഒരു സാമ്പാർ കറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എന്താണോ മാറ്റം വരുന്നത് അവിടെ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ള സ്റ്റൈലിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറേ ഫ്രെയിംവർക്കുകളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രെയിംവർക്ക് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒന്നാണ്. അതുപോലെ മെട്രോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതുപയോഗിച്ചാണ് നമ്മളിത് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് അതിനെപ്പാട് തന്നെ ഒരു ടാഗ് കൂടി പഠിച്ചിരിക്കണം. കുറേ ടാഗുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാഗാണ് ഡിവ് എന്ന് പറയുന്ന ടാഗ്. നമ്മൾ ഒത്തിരി ഉപയോഗിക്കാൻ പോവുകയാണ് ഡിവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ് പേജിൽ ഒരു ഡിവിഷൻ തിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഡിവ് എന്ന ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിവ് ടാഗിൽ നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ എഴുതുകയാണ് ടെസ്റ്റ് എന്ന് എഴുതി കൊടുക്കുകയാണ്, ടെസ്റ്റ്. അപ്പോൾ നമ്മൾ അത് ഡിവിഷൻ ടാഗ് എഴുതി കൊടുത്ത് ടെസ്റ്റ് എന്ന് കൊടുത്തു നോക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ബ്രൗസറിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്താൽ മതി. താഴെ ടെസ്റ്റ് എന്ന് വന്നു. അവിടെ വേറെ ഒരു വ്യത്യാസമില്ല. ടെസ്റ്റ് എന്നുള്ള അക്ഷരം മാത്രമല്ല, അവിടെ ഒരു കളവോ ഒന്നും വന്നില്ല. പക്ഷേ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഡിവ് എന്ന ടാഗ് ഉപയോഗിച്ച് അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിവ് ടാഗിന് നമ്മൾ പ്രത്യേകം സ്റ്റൈലുകൾ കൊടുത്താണ് നമ്മൾ കളങ്ങളും അതുപോലെ ഒരു പടം അല്ലെങ്കിൽ ഒരു ഇമേജ് എവിടെ വരണം, അല്ലെങ്കിൽ ഒരു വീഡിയോ എവിടെ വരണം, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് എവിടെ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ ഡിവ് ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ടാഗ്. അതുപോലെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന അടുത്തൊരു ടാഗാണ് എ എന്ന് പറയുന്ന ഒരു ടാഗ്. എ ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു ലിങ്ക് കൊടുക്കുകയാണ്. ഗൂഗിളിലേക്ക് നമുക്ക് ഇത് നമ്മുടെ വെബ് ബ്രൗസർ റൺ ചെയ്ത് കഴിയുമ്പോൾ അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ പേജിലേക്ക് പോകണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി എ എന്ന ടാഗിനകത്താണ് എഴുതുന്നത്. ഈ എ എന്ന ടാഗിന് കുറച്ച് കൂടുതലായ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അതെല്ലാ ടാഗിനും ഉണ്ട്. അതിനെ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് HREF ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ആണ്, ഹൈപ്പർ പേജ് റെഫറൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് HTTPS google.in എന്ന് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്നെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഗൂഗിൾ നിന്നിട്ടുണ്ട്. നമ്മളിത് ക്ലിക്ക് ചെയ്തു. ഗൂഗിളിൻ്റെ പേജിലോട്ട് പോയിട്ടുണ്ട്. ഇത് നോർമൽ കേസിൽ നമുക്കൊരു ലിങ്ക് കൊടുക്കാൻ വേണ്ടി. ഇവിടെ നമ്മുടെ ഈ ആട്രിബ്യൂട്ടിൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ പേജ് തന്നെയാണ് റിഫ്രഷ് ചെയ്തത്. അപ്പോൾ ഈ പേജ് മാറ്റി വേറൊരു, നമ്മൾ ആ പേജല്ല, നമ്മൾ ആ ഏത് പേജിലാണോ നമ്മളിന്ന് ആ പേജ് അല്ല ആ ടാഗിൽ തന്നെയാണ്, ആ ടാബിൽ തന്നെയാണ് ഇത് വർക്കായത്. അപ്പോൾ ആ ടാബ് മാറ്റി വേറൊരു പുതിയ ടാബിൽ ഈ പേജ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നു. ടാർഗറ്റ്സ്. ഇവിടെ ടാർഗറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാരന്റ്, ബ്ലാങ്ക്, സെൽഫ്, ടോപ്പ് എന്നൊക്കെ കാണിക്കും. അത് ബ്ലാങ്ക് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യണം. അതിനുശേഷം ബ്രൗസർ എടുത്തു, റിഫ്രഷ് ചെയ്തു, ദെൻ ഗൂഗിളിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. വേറൊരു ടാബ് ഓപ്പൺ ചെയ്താണ് നമ്മൾ. പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ കിടപ്പുണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇവിടെ കിടപ്പുണ്ട്. എന്നാൽ ഗൂഗിൾ വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഓക്കെ. എ എന്ന് പറയുന്ന
ടാഗിൻ്റെ രണ്ട് ആട്രിബ്യൂട്ടുകൾ, അതായത് HREF ഹൈപ്പർ റെഫറൻസും അതുപോലെ തന്നെ അതേത് പേജിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ള ടാർഗറ്റും കൊടുത്തു. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2-3 ആട്രിബ്യൂട്ടുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഒരു ഡിവിഷന്, അതുപോലെ ഏത് HTML ടാഗുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്താലും അതിനും ഇതുപോലെ ആട്രിബ്യൂട്ടുകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിവിഷനെ, നമ്മളിപ്പോൾ ഏത് ഡിവിഷനോ അല്ലെങ്കിൽ ഒരു ടാഗിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പെടുത്തും. അതായത് ഗ്രൂപ്പ് നല്ല പറയുന്ന ശരിക്കും ഒരു ക്ലാസ്സിൽ പെടുത്തും. ആ ക്ലാസ്സിൽ പെടുത്തി അതിന് ഇഷ്ടമുള്ള സ്റ്റൈലുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ് വർക്കുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി, ഐഡൻറ്റിഫിക്കേഷൻ അല്ല, അതിനൊരു ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഈ വെറുതെ കൊടുക്കുന്നതാണ്, എന്ത് വേണമെങ്കിലും കൊടുക്കുക. അവിടെ ഇത് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് ലെറ്ററിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അണ്ടർസ്കോറും ഹൈഫനും അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് വേണം കൊടുക്കാം, എന്ത് പേര് വേണം കൊടുക്കാം, ആ പേര് വിളിക്കാം. അത് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വെച്ച് എവിടെ വെച്ച് വേണം വിളിക്കാം. ഏതൊരു ടാഗിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐ ഡി കൊടുത്തു. ഇതിനെ നമ്മൾ മൈ ID എന്നൊരു ID കൊടുത്തു. ഇതിങ്ങനെ രണ്ട് രീതിയിൽ ഒരു ടാഗിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്ത് ID എന്ന് കൊടുത്തു, അതുപോലെ ഒരു ഗ്രൂപ്പ് ചെയ്ത് ക്ലാസ് എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ID ഒരു പേജിൽ ഒരെണ്ണമേ വരാവുള്ളൂ. കാരണം ഒന്നിൽ കൂടുതൽ ഒരേ ഐഡിയിലുള്ള ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ വരരുത്, ടാഗുകൾ ഡിസ്പ്ലേ ചെയ്യരുത്. എന്നാൽ ക്ലാസ് എത്ര എണ്ണം വേണമെങ്കിലും ഒരു പേജ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് സേവ് ചെയ്തു. ഇനി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്രെയിം വർക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഫ്രെയിം വർക്കുകൾ എവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിൻ്റെ എടുക്കാൻ വേണ്ടി getbootstrap.com എന്നുള്ള സൈറ്റിൽ കയറും. ഗെറ്റ് ബൂട്ട്സ്ട്രാപ്പ്. അപ്പോൾ ഇതാണ് ബൂട്ട്സ്ട്രാപ്പ്, ദ മോസ്റ്റ് പോപ്പുലർ HTML, CSS ആൻഡ് JS ലൈബ്രറി ഇൻ ദ വേൾഡ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിലോട്ട് പോകും, അത് എടുക്കാം. അതുപോലെ തന്നെ ഡൗൺലോഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ചെന്ന് കമ്പയർ ചെയ്ത CSS നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഡീറ്റെയിൽസുകൾ കാണിക്കാണ്. ഫസ്റ്റ് പേജാണ്, ഹോം പേജാണ്. ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്, ഡോക്സ്, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൂട്ട്സ്ട്രാപ്പിനെ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് ലേഔട്ട്സുകളിൽ കണ്ടെയ്നേഴ്സ് ഉണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഒരു ഡിവിഷൻ ക്ലാസ്, അതായത് നമ്മുടെ പേജിനകത്ത് എത്രത്തോളം ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ടോ അത്ര ഭാഗത്തിന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി കണ്ടെയ്നർ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേജിൻ്റെ കണ്ടെയ്നറിനകത്ത് നമ്മളൊരു പേജ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 70% ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ബാക്കിയുള്ളത് സ്പേസ് രണ്ട് സൈഡിലേക്കും വിട്ടുകളയും, ബ്രേക്ക് പോയിന്റുകളായിട്ട് വിട്ടുകളയും. ആ രീതി കിട്ടുന്നത് കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് മൊത്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരത്തിൽ പല രീതികളിൽ കണ്ടെയ്നറുകൾ, ഗ്രിഡുകൾ എല്ലാം ഉണ്ട്. ഗ്രിഡ്, കോളംസ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഓരോ കോളംസ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാകും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് പ്രത്യേകമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ W3 സ്കൂൾസിൽ കയറിയാൽ നമുക്കിത് കാണാൻ പറ്റും. W3 സ്കൂൾസ്, W3 സ്കൂൾസിനകത്ത് ഓൺലൈൻ വെബ് ട്യൂട്ടോറിയലാണ് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കുന്നതാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ ട്യൂട്ടോറിയലുണ്ട്. HTML ട്യൂട്ടോറിയലുണ്ട്, CSSൻ്റെ ട്യൂട്ടോറിയലുണ്ട്, അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ട്യൂട്ടോറിയൽ കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ 5.3 എന്ന് പറയുന്ന വെർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്നു. ഫോൾഡറിൽ എടുത്തു. ഇതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ. ഇവിടെ വെച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു.
ഓൾറെഡി ബൂട്ട് സ്ട്രാപ്പ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോൾഡർ കിട്ടി. ആ ഫോൾഡറിനകത്ത് നിന്ന് നമ്മളിത് ഇവിടെ CSS എന്ന് പറഞ്ഞൊരു കുറേ സാധനം കിടപ്പുണ്ട്. അതുപോലെ തന്നെ JS കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇവിടെ കാണും. നമ്മൾ ഇതിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യുന്നത് നിലവിൽ നമ്മുടെ പ്രൊജക്റ്റ് എടുക്കുന്നു. ആ പ്രൊജക്റ്റിനകത്ത് സൊല്യൂഷൻസ് എക്സ്പ്ലോറർ എടുത്തിട്ട് കണ്ടന്റിനകത്ത് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആഡ് ന്യൂ ഫോൾഡർ. ഇങ്ങനെയൊന്നുമല്ല, വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ബൂട്ട് സ്ട്രാപ്പ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ ഫോൾഡറിനകത്ത് നമ്മളൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. CSS എന്ന് പറഞ്ഞ ഫോൾഡർ, അതായത് കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റുകൾ ഇടാൻ വേണ്ടി CSS. അതുപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡർ കൂടി അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. JS എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന പാർട്ടുണ്ട്, അവിടെ നമ്മൾ എടുക്കുകയാണ്. ഓപ്പൺ ഫോൾഡർ ഇൻ ഫയൽ എക്സ്പ്ലോറർ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ ഈ നിലവിലുള്ള ഫോൾഡർ എവിടെയാണ് കിടക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് തരും. ഇത് CSS JSS ഇതെടുക്കുന്നു. നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ബൂട്ട് സ്ട്രാപ്പ് എടുക്കുന്നു, CSS എടുക്കുന്നു. അതിനകത്ത് bootstrap.css എന്ന് പറഞ്ഞ ഫയലും bootstrap.css എന്ന് പറയുന്ന ഫയൽ നമ്മൾ കോപ്പി ചെയ്യുന്നത്. എന്നിട്ട് നേരെ നമ്മൾ കൊണ്ടുവരുന്നു, നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിനകത്തെ CSS ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ JS ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ബൂട്ട്സ്ട്രാപ്പിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിനകത്തെ JS ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തും bootstrap bundle.js എന്ന ഫോൾഡർ ഉണ്ട്, അത് കോപ്പി ചെയ്യുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ മിനിമൈസ് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മുടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ വീണ്ടും എടുക്കുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകളും ഫോൾഡറുകളും മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സൊല്യൂഷൻ എക്സ്പ്ലോററിൻ്റെ മുകളിലായി ഇതുപോലെ ഒരു ഐക്കൺ ഉണ്ട്, ഷോ ഓൾ ഫയൽസ് എന്ന് പറയുന്ന ഐക്കൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത ഫയലുകൾ ഇവിടെ കാണിച്ചു തരുന്നത്, പക്ഷേ അത് ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻക്ലൂഡ് ഇൻ പ്രൊജക്റ്റ് എന്ന് കൊടുക്കും. അപ്പോൾ പ്രൊജക്റ്റിലേക്ക് അതുകൂടി ആഡ് ചെയ്യും. അതുപോലെ താഴത്തെ ഫയലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻക്ലൂഡ് ഇൻ പ്രൊജക്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, പക്ഷേ ഇത് പറയുന്നു. ദെൻ നമ്മളിവിടെ നമ്മുടെ ഫയലുകൾ എടുക്കുന്നു. ഇനി ഈ ബൂട്ട്സ്ട്രാപ്പ് ബണ്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചോളും. അതുപോലെ തന്നെ ഈ പറയുന്ന ബൂട്ട്സ്ട്രാപ്പ് സ്റ്റൈല് ഇതും കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. കുറേ കോഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വിളിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ ഫയലിന് ഇപ്പോൾ നമ്മൾ 2 ഫയലുകൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSSും ബൂട്ട്സ്ട്രാപ്പിൻ്റെ bundle.js എന്ന് പറഞ്ഞ 2 ഫയലുകൾ നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫയലിനെ നമ്മുടെ പേജിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഷെയർഡ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു layout.cshtml എന്നൊരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ ലേഔട്ട് പേജ്, മെയിൻ പേജ് എന്ന് പറയുന്നത്. ലേഔട്ട് പേജ് അതിനകത്ത് ഡോക്ക ടൈപ്പ് HTML നമ്മൾ ചെയ്യുന്നത് HTML ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. ഡോക്ക ടൈപ്പ് HTML5 ആണ് ഉപയോഗിക്കുന്നത്. ആ HTML5 എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം HTML ഇത് ക്ലോസിംഗ് ഇല്ലാത്ത ടാഗാണ്, അതായത് ഓപ്പണിംഗ് ടാഗാണ്. നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ക ടൈപ്പ് HTML എന്ന് പറയുന്നൊരു പേജിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ റൺ ചെയ്തേക്കുന്ന പേജുണ്ട് ഓൾറെഡി. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പേജിൻ്റെ എവിടെയെങ്കിലും വർക്കിംഗ് പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ പേജ് സോഴ്സ് എന്ന് കൊടുക്കുക. വ്യൂ പേജ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ അവിടെ കണ്ട ആ HTML പേജുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്.
HTML ടാഗുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അതിനകത്ത് ഇല്ലാത്തതായിട്ട് നമ്മൾ ആ ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ആണ് അവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും പേജിൽ പോവാണ്. അതിനുശേഷം HTML എന്ന് പറയുന്ന ടാഗാണ് ഓപ്പൺ ചെയ്യേണ്ട ഒരു പേജിൽ. ആദ്യം ഡോക്കർ ടൈപ്പ്, രണ്ടാമത് HTML. ആ HTML ടാഗ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു മിക്കവാറും ഉള്ള എല്ലാ ടാഗിനും ക്ലോസിംഗ് ടാഗുകളും ഉണ്ടെന്ന് പറഞ്ഞു HTML. അതിനുശേഷം ഹെഡ്, അതായത് ഹെഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരിക്കലും നോർമൽ കേസിൽ നമ്മുടെ പേജ് ഡിസ്പ്ലേ ചെയ്യില്ല. ആകെ മൊത്തം ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ പേജിൻ്റെ മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ആ ടാബിൽ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ASP.NET ആപ്ലിക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാറ്റി മൈ ന്യൂസ് പോർട്ടൽ എന്ന് കൊടുത്തു സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ റൺ ചെയ്തേക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ അവിടെ എടുത്തു നോക്കുക. അവിടെ കിടന്നിരുന്ന മൈ ASP.NET ആപ്ലിക്കേഷൻ എന്നാണ് കിടന്നിരുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കി. ഇതാ മാറി കണ്ടോ, മൈ ASP.NET ന്യൂസ് പോർട്ടൽ എന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയുള്ളതാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. മെറ്റാ ടാഗ്, ക്യാരക്ടർ സെറ്റ്, ഹെഡിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് മെറ്റാ ടാഗ്, ക്യാരക്ടർ സെറ്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ക്യാരക്ടർ സെറ്റിലുള്ളതാണ്. UTF-8 ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്ന് വേറെ ഫോർമാറ്റുകളാണ്. എന്നാലും UTF-8 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വ്യൂ പോർട്ട്, കണ്ടന്റ് വിഡ്ത്ത്, ഡിവൈസ് വിഡ്ത്ത്, ലോക്കൽ ഇനിഷ്യൽ സ്കെയിൽ 1.0. അതായത് നമ്മുടെ പേജ് ഏത് വ്യൂ പോർട്ടിലാണ് കാണേണ്ടതെന്നാണ്. അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം കിടക്കുന്ന ഒരു ഫയലാണ് കണ്ടന്റ് site.cs. ലിങ്ക് എന്ന് പറയുന്നൊരു ഫയലാണ്. അതായത് നമ്മുടെ പേജിലേക്ക് വേറെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ലിങ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേജിലേക്ക് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടി ലിങ്ക് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചാണ് CSS ഉപയോഗിക്കുന്നത്. ലിങ്ക് എച്ച് റെഫറൻസ്, അതായത് ഹൈപ്പർ റെഫറൻസ് കൊടുത്തേക്കുന്ന കണ്ടന്റ് site.cs. കണ്ടന്റ് എന്ന് പറയുന്ന ഫയൽ ഫോൾഡറിനകത്ത് site.css എന്ന് പറയുന്ന ഫയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പം നിലവിൽ കണ്ടന്റ് എന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അത് നമ്മൾ ഏത് പേജിലാണ് നിൽക്കുന്നത് അതിനകത്ത് പുറത്തിറങ്ങി, നമ്മുടെ നിലവിൽ നിൽക്കുന്ന പേജിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വേണം നമുക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കയറാനായി. അതായത് റൂട്ട് ഫോൾഡറിലേക്ക് നമ്മൾ ഏത് ഫയൽ എവിടെയാണോ നമ്മുടെ ഈ മെയിൻ ഫയൽ കിടക്കുന്നത് അവിടെ നിന്ന് റൂട്ട് ഫോൾഡറിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ടിൽറ്റ് സൈൻ. അതിനുശേഷം സ്ലാഷ്, അതിനുശേഷം ഏത് ഫോൾഡറിൽ കയറണം, കണ്ടന്റ് എന്ന ഫോൾഡറിൽ കയറിയിട്ട് site.css എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ആഡ് ചെയ്യണം എന്നാണ്. അതായത് നമ്മുടെ കണ്ടന്റ് ഓൾറെഡി കണ്ടന്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇതാണ്. അതിനകത്ത് site.css എന്ന് പറഞ്ഞ ഫയൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ആ ഫയൽ ഇതിനകത്ത് വരണം. അത് എന്ത് തരം ഫയലാണ്? റിലേഷൻ സ്റ്റൈൽ ഷീറ്റാണ്. ടൈപ്പ് എന്ത് തരം ഫയലാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് CSS ഫയലാണെന്ന് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ 2-3 കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കയറി വരുന്നതാണ്. അത് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്ത് കളയും. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മളെടുത്ത CSS ഫയൽ, ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSS ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വേറെ വലിയ കാര്യങ്ങൾ വേണ്ട. ഇത് പയ്യെ ഇവിടെ എടുക്കുക. ഇതേ പയ്യെ ഒന്ന് ക്ലിക്ക് ചെയ്യരുത്, അതിനെ മേലെ കൊണ്ടുവെക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വിടാതെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ച് വിടുക. ഓക്കെ, CSS ബൂട്ട്സ്ട്രാപ്പ് സ്റ്റൈൽ ഷീറ്റ് എന്ന് വന്നു. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ഏത് ടൈപ്പാണെന്ന് കൊടുക്കാം. ടെക്സ്റ്റ് CSS എന്ന് കൊടുത്തു. അപ്പോൾ ഓൾറെഡി നമ്മുടെ പറയപ്പെടുന്ന സ്റ്റൈൽ ഷീറ്റ് ഇവിടെ ആഡായിട്ടുണ്ട്. സേവ് ചെയ്യുക. നമ്മുടെ ഫയൽ എടുക്കുക, ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഇതാ കണ്ടോ, അതിൻ്റെ ഷേപ്പ് വരെ മാറി പെട്ടെന്ന് തന്നെ. നമ്മൾ ഇത്രയും നേരം കണ്ട സാധനമല്ല ഇപ്പോൾ വരുന്നത്, സ്റ്റൈൽ വന്നു കഴിയുമ്പോഴത്തേക്ക്. ഇതൊക്കെ എങ്ങനെ മാറിയെന്ന് പറയാം. ഇനി ഇവിടെ ഹെഡ് അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഹെഡിൻ്റെ ക്ലോസിങ് ടാഗ്. അതിനുശേഷം ബോഡി ടാഗാണ് തുടങ്ങുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത് ബോഡി ടാഗ് അവിടെ നിൽക്കട്ടെ. ഈ ബോഡി ടാഗിൻ്റെ ഏറ്റവും താഴെയായിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം കിടപ്പുണ്ട്. ഇതിനകത്ത് jQuery bootstrap minim.cs അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതും നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഈ jQuery നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടേക്ക് നമ്മുടെ bootstrap bundle.js എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ആഡ് ചെയ്യും. ഈ
സി എസ് എസ് ഫയൽ ഹെഡിനകത്തും എന്നാൽ ഈ പറയപ്പെടുന്ന ജെ എസ് ഫയലുകൾ ബോഡിയുടെ ലാസ്റ്റും കൊണ്ടിടുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ ആദ്യം ഹെഡിനകത്തുള്ള പാർട്ടുകൾ ലോഡ് ചെയ്യും. അപ്പോൾ സി എസ് എസ് ഫയലുകൾ ലോഡ് ചെയ്ത് വരികയും അതിനുശേഷം ഈ ജെ എസ് ഫയൽ ലോഡ് ചെയ്ത് വരുന്നതിനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പേജ് ലോഡ് ചെയ്ത് വരാനായിട്ട്, അതായത് ബോഡി പാർട്ടിനകത്തുള്ള കാര്യങ്ങൾ ലോഡ് ചെയ്ത് വരാനായിട്ട് താമസം വരും. അതുകൊണ്ടാണ് നമ്മളത് താഴെ കൊണ്ടുപോയിട്ടേക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് പയ്യെ ലോഡ് ചെയ്ത് വന്ന് എടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഡിവിഷൻ, നാവ, ബാർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആപ്ലിക്കേഷൻ, ഹോം, ഇൻഡെക്സ്, ആക്ഷൻ ലിസ്റ്റ്, ആക്ഷൻ നെയിം, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മളിതൊന്ന് കളയുവാണ്. കണ്ടെയ്നർ, ബോഡി കണ്ടന്റ് ഇതും കളഞ്ഞു. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഇത് കളഞ്ഞതെന്ന് ഞാൻ പറയാം. ഇവിടെ ബോഡിക്കകത്ത് ആകെ മൊത്തം റെൻഡർ ബോഡി എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാണ് ഉള്ളൂ. ബാക്കി പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്ത കണ്ടന്റ്, ബൂട്ട് സ്ട്രാപ്പും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സേവ് ചെയ്തു. ഇനി ഇവിടെ റൺ ചെയ്തു നോക്കുക. ആപ്ലിക്കേഷൻ നെയിം എന്നുള്ളത് പോയി, ടെസ്റ്റ് എന്നുള്ളത് പോയി, ആകെ ആപ്ലിക്കേഷൻ നെയിം എന്നുള്ളതും ബാക്കി വരയും കൂടി എല്ലാം പോയി. ഇപ്പം നമ്മൾ ആ ഇൻഡെക്സ് എന്ന് പറയുന്ന പേജിനകത്ത് എഴുതി കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഇൻഡെക്സ് ഇവിടെ ഈ ഇൻഡെക്സ് പേജ് എടുത്തു കഴിയുമ്പോൾ ഇവരൊക്കെ ഏറ്റവും മുകളിലായിട്ട് @ സൈനകത്ത് ഒരു വ്യൂ ബാഗ് ടൈറ്റിൽ ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ @ കേർലി ബ്രേസിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും സി എസ് ഫയലുകളാണ്. സി എസ് എസ് അല്ല, സി എസ്, അതായത് C# ഫയലുകളാണ്. C# കോഡുകളാണ് കൊടുക്കുന്നത്. viewbag.title എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ പേജിന് ടൈറ്റിൽ എന്താണ് പോകേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയാണ് viewbag. ഈ viewbag എന്നാന്ന് ഞാൻ ഡീപ്പായിട്ട് അതിനകത്തേക്ക് വരുമ്പോൾ പറയാം. viewbag.title, ടൈറ്റിൽ എന്ന് പറയുന്ന വലിയൊരു viewbag ക്രിയേറ്റ് ചെയ്യുക. അതായത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം നമുക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അതിന് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻഡെക്സ് എന്നാണ്. ഇവിടെ ആ viewbagനെ വിളിച്ചേക്കുന്നത് ഇവിടെയാണ്. viewbag ഉണ്ടോ, viewbag.title. അപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന എന്താണോ അതിവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിലവിൽ കൊടുത്തേക്കുന്നത് ഇൻഡെക്സ് എന്നാണ്. നമ്മളിവിടെ റൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇൻഡെക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഹോം എന്ന് കൊടുക്കണം. നമ്മുടെ ഹോം പേജ് ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോം എന്ന് വിളിച്ച് സേവ് ചെയ്തു. ഓൾറെഡി ഹോം എന്ന് കൊടുത്ത് സേവ് ചെയ്തു. എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓൾറെഡി ഹോം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഒന്നുകൂടി എടുക്കുകയാണ്. നമ്മൾ വീണ്ടും ലേഔട്ടിൽ പോകുന്നു. ബോഡി, റെൻഡർ ബോഡി പാർട്ട് വന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പേജ്, അതായത് നമ്മൾ പേജ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല. അതിന് രണ്ട് സൈഡിൽ ഒരു കുറച്ച് പാർട്ട് വിട്ട് കളഞ്ഞിട്ട് അതിന് നടുക്കായിട്ടാണ് നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യം ഒരു ഡിവിഷൻ ഡിക്ലെയർ ചെയ്യും. ഡിവ് ഏതൊരു ടാഗ് ഡിക്ലെയർ ചെയ്തിട്ട് ആ ക്ലോസിംഗ് ടാഗ് അതിൻ്റെ ഒരു > സൈൻ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലോസിംഗ് ടാഗുകളൂടി ആ ഒപ്പം തന്നെ വരും. അപ്പോൾ ഇത് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ റെൻഡർ ബോഡീനെ പിടിച്ച് അതിനകത്തിടുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണ്. ക്ലാസ്. ഇപ്പം ഈ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ട ബി എന്ന പേരിൽ കുറേ കാര്യങ്ങളായിട്ട് വന്നു. ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ബൂട്ട് സ്ട്രാപ്പിൻ്റെ CSS ഫയലിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത് കണ്ടെയ്നർ എന്ന് പറയുന്നതാണ്. കണ്ടെയ്നർ എന്നെടുപ്പുണ്ട്. ഓക്കെ, കണ്ടെയ്നർ കൊടുത്തു. ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്തോരം പാർട്ട് വരുമെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഉണ്ടോ, ഇത്രയും പാർട്ട് വന്നു. ഇനി ഇത് കൃത്യമായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ആവശ്യമുള്ളതല്ല, എന്നാൽ പോലും നമുക്ക് ഇവിടെ കൊടുത്ത് നോക്കാം. ഒരു സ്റ്റൈൽ ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ ഇൻസ്റ്റൈൽ എഴുതി കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ കോളൻ ഹാഷ് ഒരു നീല കളർ നമ്മൾ കൊടുക്കും. സേവ് ചെയ്തിട്ട് ഉണ്ടോ, ഇത്രയും പാർട്ടാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ടത്. ബാക്കിയുള്ള പാർട്ടെല്ലാം ഫ്രീ ആയിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. കണ്ടെയ്നർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പാർട്ടുകൾ
ആയിട്ട് കിട്ടും. ബാക്കി ഈ രണ്ട് സൈഡിലുള്ള ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള സൈഡിലുള്ള പാർട്ടുകൾ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. അതായത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഈ പേജുകൾ വിളിക്കുമ്പോൾ അതിൻ്റെ പേ നമ്മുടെ സ്ക്രീനുകൾ മാറുന്നതനുസരിച്ച് ഇത് വ്യത്യാസം വരുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇൻഡെക്സ് ഈ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസിലേക്ക് ഇത് മാറ്റാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലാണ് കാണുന്നത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ, ഒരു മൊബൈൽ ഫോണിലാണ് കാണുന്നത് അങ്ങനെ, ഇനി ഇച്ചിരി ചെറുതാണെങ്കിൽ ഇച്ചിരി വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഈ പേജുകൾ അതിനനുസരിച്ച് റെസ്പോൺസീവായിട്ട് ബിഹേവ് ചെയ്യും. അതിനാണ് റെസ്പോൺസീവ് ബിഹേവിയർ എന്ന് പറയും. അത് നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസിൽ കണ്ടാലും ഏത് ഡിവൈസിൽ കണ്ടാലും നമ്മുടെ പേജ് ഏകദേശം ശരിയായ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. ഇല്ല എങ്കിൽ കുറച്ച് ഭാഗം പുറത്ത്, കുറേ ഭാഗം കാണത്തില്ല, ലെഫ്റ്റോട്ടും റൈറ്റിലോട്ടും മാറ്റേണ്ടി വരും. അതുപോലെ മുകളിലോട്ടും മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ലെഫ്റ്റോട്ടും റൈറ്റിലോട്ടുമുള്ള ഈ വലിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കി കൃത്യമായിട്ട് ഏത് സ്ക്രീനിലാണോ ആ സ്ക്രീനിൽ ഉൾപ്പെടുന്ന രീതിയിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റൈൽ ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമാണ് ബൂട്ട് സ്ട്രാപ്പ്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ച് നമ്മളൊരു കണ്ടെയ്നർ ഒന്ന് കൊടുത്തു. ഓക്കെ, നമ്മുടെ പേജിനെ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഈ ബോഡിയുടെ താഴെയായിട്ട് ഒരു div ടാഗ് കൂടി ഡിക്ലെയർ ചെയ്യുകയാണ്. ബോഡിയുടെ തൊട്ട് താഴെയായിട്ട് ഡിക്ലെയർ ചെയ്തു. അതിന് ക്ലാസ് കൊടുക്കുകയാണ്. ക്ലാസ് കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് കൊടുത്തു. ഇനി ഈ കണ്ടെയ്നർ ഫ്ലൂയിഡിനകത്തോട്ട് നമ്മുടെ കണ്ടെയ്നറിനെ കൊണ്ടുവെക്കുകയാണ്. ഓക്കെ, ഇനി ഈ കണ്ടെയ്നർ ഫ്ലൂയിഡ് നമ്മളൊരു ചെറിയൊരു കളർ കൊടുക്കുകയാണ്. ഒരു മഞ്ഞ കളർ കൊടുക്കുകയാണ്. ഇത് തന്നെ സംഭവിക്കുന്നതാണ്. കണ്ടോ, ആ മറ്റ് രണ്ട് സൈഡിലേക്കുമുള്ള പാർട്ടുകൾ ശരിക്കും അവിടെ മഞ്ഞ കളർ വന്നില്ല. അതായത് കണ്ടെയ്നറിന് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടെയ്നർ ഫ്ലൂയിഡിനകത്താണ്. കണ്ടെയ്നർ ഫ്ലൂയിഡ് ആണെങ്കിൽ ഏതാണോ സ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനകത്ത് ഉള്ള മുഴുവൻ പാർട്ടുകൾ ഉപയോഗിക്കാൻ വേണ്ടി കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന പാർട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, പേജിൻ്റെ മുകളിലായിട്ട് കുറേ ഭാഗം വെറുതെ വെള്ള കളർ കിടക്കുന്നുണ്ട്. ഇത് ബോഡിയുടെ പാഡിങ് ആണ്. പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേജിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആ പേജിന് നാല് സൈഡിൽ നിന്നും എത്രത്തോളം ഉള്ളിലോട്ട് മാറി വരണം എന്നുള്ള ഡിക്ലെയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു CSS പ്രോപ്പർട്ടിയാണ് പാഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാർജിൻ, അതായത് എത്രത്തോളം മാർജിൻ വേണം എന്നുള്ളതാണ് മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് പാഡിങ്. അത്തരത്തിൽ പാഡിങ് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആ മുകളിൽ ആ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അത് നോക്കാം നമുക്ക്. അതെന്താണെന്ന് നോക്കിയെടുക്കാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് എന്ന് കൊടുക്കുക. ഇൻസ്പെക്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ മാർജിൻ എത്രത്തോളം, ഇത് പാഡിങ് എത്രത്തോളം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേജ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഇത് കണ്ടോ, ബോഡിയെ ക്ലിക്ക് ചെയ്യാണ്. ബോഡിയിൽ മാർജിൻ 0 എന്ന് കൊടുത്തു. ഇത് കണ്ടോ ഇവിടെ കാണിക്കുന്നു. ഇത് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ കണ്ട മാർജിൻ 0 എന്നുള്ളത് അതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടാകും. കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ടാഗ് വരുന്നുണ്ട്. അത് കളഞ്ഞ് ഫോണ്ട് ഫാമിലി ഏതാ ഉപയോഗിക്കേണ്ടത്, ഇന്ന കളർ, ടെക്സ്റ്റ് അലൈന്, ബാക്ക്ഗ്രൗണ്ട് കളർ, ബോഡി പാഡിങ് ടോപ്പ് ഇതുണ്ടോ, അത് പോയി. പാഡിങ് ബോട്ടം 20 പിക്സൽ. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ വന്നുകൊണ്ടാണ് അതവിടെ ആ ഗ്യാപ്പ് വന്നത്. പാഡിങ് ടോപ്പ് പാഡിങ് ഒരു 50 പിക്സൽ വന്നിട്ടുണ്ട്. ഈ 50 പിക്സൽ എന്നുള്ള ഈ ടോപ്പ് പാഡിങ് വന്നേക്കുന്ന എവിടെ നിന്നാണ്? style.css എന്ന് പറയുന്ന, അതായത് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യപ്പോൾ കയറി വന്ന ഒരു ഫയലിൽ നിന്നാണ് ഒരു CSS പേജ് ഉണ്ടായത്, വന്നൊരു പേജുണ്ട്. ആ പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ഈ പറയപ്പെടുന്ന
ഈ പാഡിങ് കയറി വന്നിരിക്കുന്നു. അപ്പോൾ ആ പാഡിങ് നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതാ, ഇവിടെ നമ്മുടെ ഈ site.css എന്നുള്ളത് ഇത് കഴിഞ്ഞ് കണ്ടോ, അത് പാഡിങ്, ബോഡി കണ്ടന്റ്, പാഡിങ് ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നേക്കുന്നത് നമുക്ക് ഉപദ്രവമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഏതെങ്കിലും സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം, ഇല്ലാത്തപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കേണ്ട. അപ്പോൾ നമ്മളിവിടെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ ഹൈഡ് ചെയ്യും, അതായത് കമൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഏത് ടാഗാണ് നമുക്ക് വേണ്ടത് അത് കമൻറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതാ ഇവിടെ ഇങ്ങനെ കുറേ ടാഗുകളുണ്ട്, കമൻറ്റ് എന്ന് കൊടുക്കും. ഓൾറെഡി വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോയ്ക്കകത്ത് ഈ ഒരു പാർട്ട് ഇല്ല എങ്കിൽ ഇവിടെ ഇതുകൊണ്ടൊക്കെ ഒരു ആരോ മാർക്കുണ്ട്, ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് റിമൂവ് ബട്ടൺസ് എന്ന് കാണിക്കും. അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട കമൻറ്റ്, ഡിക്രീസ് ലൈന്, ഇങ്ങനെ കമൻറ്റ് സെക്ഷൻ, കമൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രീവിയസ് ബുക്ക് മാർക്കാൻ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസ്പ്ലേ ചെയ്യും, ഈ ബാറിൽ ഡിസ്പ്ലേ ചെയ്യും. ഈ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ ബാറിൽ ഇത് ഡിസ്പ്ലേ ചെയ്യും. അത് നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ടായിട്ട് എടുക്കാൻ പറ്റും. അത് ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതുണ്ടോ ഓരോ പാർട്ടുകൾ എന്തൊക്കെയാണ് നമുക്കവിടെ വരുത്തേണ്ടതെന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ വേണ്ടെന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. വേണ്ടാത്തത് അൺക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും പൊക്കോളും. ഓക്കെ, അപ്പോൾ ബോഡി കണ്ടന്റ്, പാഡിങ് ലെഫ്റ്റ് റൈറ്റ്, ഇത് നമുക്ക് വേണ്ടാന്ന് വെക്കുക. അത് ഞാനിവിടെ കമൻറ്റ് ചെയ്തു. ഇവിടെ ഇൻപുട്ട്, സെലക്ട്, ടെക്സ്റ്റ് ഏരിയ, അതൊക്കെ നമുക്ക് വരുന്നതാണ് പിന്നീട്. അപ്പോൾ നമ്മളതും കമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ പേജിൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ നമുക്കിനി എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്യുന്നത്. ഓൾറെഡി ഇത് പോയിട്ടില്ല. പോകാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റൈല് നമ്മുടെ പേജ് ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സ്റ്റൈലിനെയും ഇത് റീലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് സ്റ്റൈൽ ഓൾറെഡി നമ്മുടെ പേജിലുണ്ട്. ആ വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത്, ഒരു വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റൈല് കൂടി കൂടിയാണ് ലോഡ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഈ പേജിൽ മാറ്റം വരുത്തുകയോ പേജിന് വേറൊരു ഭാഗത്തേക്ക് പോവുകയോ ചെയ്യുമ്പോൾ വീണ്ടും ഒരു പേജ് ലോഡിങ് കൂടി നടക്കാതിരിക്കാം, പേജ് ലോഡ് സ്പീഡിലാക്കാൻ വേണ്ടി ഓൾറെഡി ഈ ബ്രൗസർ ഇതിനെ ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൗസറിൻ്റെ ക്യാച്ചിനകത്ത് ഈ ഓൾറെഡി ഈ സ്റ്റൈൽ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ആ സ്റ്റൈൽ റീലോഡ് ചെയ്ത് വരുന്നില്ല നോർമൽ കേസിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കളയാനായിട്ട് ഞാനിവിടെ ഒരു ടൂളുണ്ട്, ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞ ടൂളുണ്ട്. അത് ബ്രൗസറിനകത്ത് എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് മോസില്ല ഫയർഫോക്സ് ആയതുകൊണ്ട് അതിനകത്ത് എക്സ്റ്റൻഷൻ എടുത്തിട്ട് ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, മോസില്ല എക്സ്റ്റൻഷൻ എടുക്കുക, മോസിലയുടെ എക്സ്റ്റൻഷൻ എടുക്കുക, അതിനകത്ത് എക്സ്റ്റൻഷൻ ഇതാ ഈ സിമ്പലാണ് എക്സ്റ്റൻഷൻസ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം. അതിൽ ആഡ് ചെയ്യാവുന്നതാണ് ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ആഡ് ചെയ്യുന്നു. നമ്മൾ ഈ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ക്യാച്ച് ആയിട്ടുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് പോയി. ക്യാച്ച് ക്ലിയർ ചെയ്ത് പോയതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി കറക്റ്റായിട്ട് വീണ്ടും ഒന്നുകൂടി ആ CS ലോഡ് ചെയ്തു. ഇപ്പോൾ കറക്റ്റായി വന്നു. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് എങ്ങനെയാണ് ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഫയൽ ഇവിടെ കൊണ്ടുവരുന്നത്, HTML ടാഗുകളെല്ലാം ഒന്നുമില്ല, ജസ്റ്റ് HTML ടാഗ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഒരു ബോഡിക്കകത്ത് ബോഡി എന്താണ്, ഹെഡിനകത്തെ പാർട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറേ ന്യൂസ് ചാനലുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരെണ്ണം ഞാൻ പറയാം, മാതൃഭൂമി.com. ഇതാണ് നമ്മുടെ മാതൃഭൂമി.comൻ്റെ സൈറ്റിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ട്, പരസ്യങ്ങളൊക്കെ കാണാം. ഇത് അതായത് ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് അങ്ങനെ കുറേ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു പരസ്യമുണ്ട്. അതുപോലെ തന്നെ കുറേ സ്പെഷ്യലായിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം പരസ്യങ്ങളുണ്ട്. ഇതുപോലെ പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാതൃഭൂമിയുടെ ഒരു സ്റ്റൈലാണ്. ഇനി നമുക്ക് മനോരമ എടുത്ത് നോക്കാം.
ഇതാണ് മനോരമയുടെ ഒരു സ്റ്റൈല്. ഇവിടെ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ന്യൂസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ന്യൂസുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് മനോരമയുടെ ഒരു സ്റ്റൈല്. അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്റ്റൈല്. ഇവർക്ക് വീഡിയോസാണ് കൂടുതൽ. അപ്പോൾ നമുക്കിതിൽ ഏഷ്യാനെറ്റിൻ്റെ ഉണ്ട്, മനോരമയുടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നുണ്ട്. നമുക്കിതിൽ ഇഷ്ടമുള്ളൊരു ഏതൊരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് മാതൃഭൂമിയുടെ ഒരു ഏകദേശം ഒരു സ്റ്റൈലിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം. കുറച്ചുകൂടി എളുപ്പമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതി അതാണെന്ന് തോന്നുന്നു. ഇതും കുഴപ്പമില്ല. മറ്റേ ഏഷ്യാനെറ്റ് ന്യൂസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ന്യൂസ്, അതിനുശേഷം ചെറിയ സംബന്ധിച്ച ചെറിയ ന്യൂസുകൾ. പക്ഷേ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഡിസൈന്. അപ്പോൾ നമുക്ക് ഈ മാതൃഭൂമിയുടെ ന്യൂസിൻ്റെ സ്റ്റൈലിൽ നമുക്ക് പേജ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് അടുത്ത ദിവസം നമുക്ക് ആ പേജിൻ്റെ ഡിസൈനും സ്ട്രക്ചറുകളും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.